ഹലോ സ്റ്റുഡൻസ്, പി ബ്ലോക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 16th ഗ്രൂപ്പ് എലമെൻസിനെ പറ്റിയാണ്, അഥവാ ഓക്സിജൻ ഫാമിലി എന്ന് പറയും. അവരെ നമ്മൾ പൊതുവെ ചാൽക്കോജൻസ് എന്ന് പറയാറുണ്ട്. കാരണം മിക്കവാറുള്ള ഓറസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേനും ഓക്സിജനും സൾഫറും ഒക്കെ ഓറുകളിൽ കാണപ്പെടാറുണ്ട്. ഓക്സൈഡ് ഓറ, സൾഫൈഡ് ഓറ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെറ്റലർജിയിലൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഓർ ഫോമിംഗ് ഗ്രൂപ്പ് എന്ന അർത്ഥമുള്ള ചാൽക്കോജൻസ് എന്നും ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ 16th ഗ്രൂപ്പിനെ അറിയപ്പെടാറുണ്ട്. അപ്പം നമുക്ക് ആ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം, അതിൽ ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പം 16th ഗ്രൂപ്പ് എലമെന്റ്സ്, അപ്പം ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം, ഇത്രയും ആൾക്കാരാണ് ഈ 16th ഗ്രൂപ്പിൽ വരുന്നത്. അതിൽ ഓക്സിജനും സൾഫറും നോൺ മെറ്റൽസ് ആണ്. ടിപ്പിക്കൽ നോൺ മെറ്റൽസ്. സെലിനിയം, ടെലൂറിയം മെറ്റലോയിഡ്സ് ആണ്. They are metalloids. പൊളോണിയം ഈ ഗ്രൂപ്പിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. റേഡിയോ ആക്റ്റീവ് എലമെന്റ്. അപ്പൊ ഇതാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇവരുടെ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഈ എലമെന്റുകളുടെ ലാസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതിങ്ങനെയാണ്: NS2 NB4. ഇതാണ് ഇവരുടെ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, NS2 NB4. ഇനി നമുക്ക് ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടീസും അതുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NS2 NB4 is the general outermost electronic configuration of chalcogens. ഇവരെ ചാൽക്കോജൻസ് എന്ന് വിളിക്കാനുള്ള കാരണം അവർ ഓർ ഫോമിംഗ് ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഓക്സിജനും സൾഫറും ബാക്ക് ടു ബാക്ക് ആയി വരുന്ന രണ്ട് എലമെന്റുകളാണ്. അപ്പം ഓക്സിജൻ കഴിഞ്ഞ് തൊട്ട് താഴെ തന്നെ ചാൽക്കോജൻസിന്റെ ലിസ്റ്റിൽ സൾഫർ വരുന്നുണ്ട്. നമ്മൾ ഓക്സിജന്റെയും സൾഫറിന്റെയും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും പരിശോധിക്കുമ്പോൾ അതിൽ കാര്യമായ വ്യത്യാസം നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സൾഫറിന് ഓക്സിജനെ അപേക്ഷിച്ച് കൂടുതൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് അതിന്റെ കാരണം? അപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓക്സിജൻ നോർമൽ കേസിൽ റൂം ടെമ്പറേച്ചറിൽ O2 മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. സൾഫർ 8 ആറ്റങ്ങൾ ചേർന്ന് S8 ആയിട്ട് കാണപ്പെടുന്നു. അപ്പം ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ നമ്പറിനെ നമ്മൾ അറ്റോമിസിറ്റി എന്നാണ് പറയുന്നത്. അറ്റോമിസിറ്റി. അപ്പൊ നമ്മൾ ഓക്സിജന്റെ അറ്റോമിസിറ്റി 2 ആണ്, സൾഫറിന്റെ അറ്റോമിസിറ്റി 8 ആണ്. അപ്പൊ ഓക്സിജന്റെ അറ്റോമിസിറ്റി 2 എന്ന് പറഞ്ഞാൽ അത് ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ സൾഫറിന്റെ അറ്റോമിസിറ്റി 8 ആണ്. അതിനെ നമ്മൾ പോളി അറ്റോമിക് മോളിക്യൂൾ ആണ്. അപ്പൊ ഓക്സിജൻ ഡയറ്റോമിക് മോളിക്യൂളും സൾഫർ പോളി അറ്റോമിക് മോളിക്യൂളുമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ഫ്രീ സ്റ്റേറ്റിൽ. അപ്പൊ ഈ ഒരു ഡിഫറൻസ് കൊണ്ട് സൾഫറിന് പൊതുവെ ഓക്സിജനിനേക്കാൾ കൂടുതൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കാണിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കിയെടുക്കാം എന്തുകൊണ്ട് ഓക്സിജനും സൾഫറും തമ്മിൽ മെൽറ്റിംഗ് പോയിന്റിലും ബോയിലിംഗ് പോയിന്റിലും കാര്യമായ വ്യത്യാസം വരുന്നു. അവർ ഒരു ഗ്രൂപ്പിൽ തന്നെ ആയിട്ടും ആ വ്യത്യാസം വരുന്നതിന് കാരണം ഈ അറ്റോമിസിറ്റിയുടെ അല്ലെങ്കിൽ ഈ ആറ്റങ്ങളുടെ എണ്ണത്തിലെ ഈ വ്യത്യാസമാണ്. ഇവിടെ സൾഫറിന് പോളി അറ്റോമിക് ആണ്, ഇത് ഡയറ്റോമിക് ആണ്. അപ്പൊ സൾഫറിന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഓക്സിജനെക്കാട്ടിൽ പൊതുവെ കൂടുതലാണ്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ജനറൽ ആയിട്ടുള്ള കുറെ പ്രോപ്പർട്ടിയാണ്. ഇവരുടെ ഈ 16th ഗ്രൂപ്പ് എലമെന്റുകളുടെ അയോണൈസേഷൻ എന്താൽപ്പി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലും കാണുന്ന പോലെ ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണൈസേഷൻ എന്താൽപ്പി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ വളരെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉള്ളത് 15th ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ നൈട്രജൻ ഫാമിലി 16th ഗ്രൂപ്പ് എലമെന്റ്സുമായിട്ട് ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പിയിൽ നമ്മളൊരു കമ്പാരിസൺ നടത്തിയാൽ 15th ഗ്രൂപ്പ് എലമെന്റ്സുകൾക്ക് പൊതുവെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി കൂടുതലാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കെമിസ്ട്രി പഠിച്ചപ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. കാരണം അവർക്ക് P3 കോൺഫിഗറേഷൻ ആണ്, അതായത് പിയിൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. ഹാഫ് ഫിൽഡ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷനുകൾക്ക് പൊതുവെ അയോണൈസേഷൻ എന്താൽപ്പി കൂടും എന്ന് നമ്മൾ +1 ലെവൽ മുതലേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓക്സിജൻ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവർക്ക് P4 കോൺഫിഗറേഷൻ ആണ്. വളരെ ഈസിയായി ഇവർ ഒരു ഇലക്ട്രോണിനെ കളയുന്നു. അപ്പോൾ അവർക്ക് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടുന്നു. P4ൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ പിന്നെ കിട്ടുന്നത് P3 ആയിരിക്കും.
അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും നമ്മൾ പരിഗണിക്കുമ്പോൾ 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ അപേക്ഷിച്ച് 16th ഗ്രൂപ്പ് എലമെന്റ്സുകൾക്ക് ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും കുറവാണ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ 16th ഗ്രൂപ്പിനെ അപേക്ഷിച്ച് 15th ഗ്രൂപ്പിന് ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും കൂടുതലാണ്. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇനി നമ്മൾ അടുത്ത ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിലേക്ക് പോകും. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിലേക്ക് പോകുമ്പോൾ നോർമലി ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒരു ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് കുറയണം. അതാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നമ്മൾ നോക്കുമ്പോൾ ഓക്സിജനും സൾഫറും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് സൾഫർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. സൾഫറിന്റെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് സൾഫർ ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ഓക്സിജൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ വരേണ്ടത് ഓക്സിജൻ ഏറ്റവും കൂടുതലും സൾഫർ അതിൽ താഴെയുമാണ്. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് സൾഫർ ഈസ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് ഓക്സിജൻ. അതിന് കാരണം ഇത് ഓക്സിജന്റെ ഒരു അനോമലസ് ബിഹേവിയറിന് ഒരു ഉദാഹരണമാണ് ഈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി സൾഫറിനെക്കാട്ടിൽ കുറഞ്ഞു പോകാനുള്ള കാരണം. പിന്നെ സെലിനിയം മുതൽ പൊളോണിയം വരെ കുഴപ്പമില്ല, താഴേക്ക് കുറഞ്ഞു തന്നെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോകുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് സൾഫർ ഓക്സിജനെക്കാട്ടിൽ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് സൾഫർ ഓക്സിജനെക്കാട്ടിൽ കുറച്ചും കൂടെ വലിപ്പം കൂടിയ ഒരു ആറ്റമാണ്. ഓക്സിജൻ വളരെ ചെറുതാണ്. ഓക്സിജന്റെ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇതൊക്കെ ഓക്സിജൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു റേറ്റ് സൾഫറിനെക്കാട്ടിൽ കുറവായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് സൾഫർ ആണ് അവിടെ കൂടുതൽ. വളരെ വേഗം ഓക്സിജനെ അപേക്ഷിച്ച് സൾഫർ ആണ് ഇലക്ട്രോണിനെ വളരെ വേഗം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് റിപ്പൽഷൻ ഒക്കെ സൾഫറിൽ കുറവാണ്, കുറച്ചും കൂടെ വലുതാണ് ഓക്സിജനെ അപേക്ഷിച്ച്. ഓക്സിജനിൽ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലാണ്. അപ്പം സൾഫറിനെ അപേക്ഷിച്ച് കുറച്ച് സാവധാനത്തിലായിരിക്കും ഓക്സിജൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഫലമായിട്ട് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഓഫ് സൾഫർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി അപേക്ഷിച്ച്. ഇത് നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഒരു പൊതുവെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റുകളാണ്. കാരണം നോൺ മെറ്റൽസ് ആണ്. ഹാലജൻസിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി പൊസസ് ചെയ്യുന്നെങ്കിലും ഈ ഓക്സിജൻ ഫാമിലിയിലെ മെമ്പേഴ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി പൊസസ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ സെക്കൻഡ് മോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ്. പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി അനുസരിച്ച് ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പൊ ഇതാണ് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് ഓക്സിജൻ ആണ്. ദാറ്റ് ഈസ് 3.5 ആണ് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി അനുസരിച്ച് ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത്. അതും ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് അയോണൈസേഷൻ എന്താൽപ്പിയെ പോലെയും അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയെ പോലെയും ഇലക്ട്രോനെഗറ്റിവിറ്റിയിലും കാര്യമായ ഡിക്രീസിംഗ് ഉണ്ടാകുന്നുണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഒരുപോലെ തന്നെയാണ് വേരി ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ഇത് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് അബൌട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ചാൽക്കോജൻസ് ഓർ 16th ഗ്രൂപ്പ് എലമെന്റ്സ്. എന്താണ് 16th ഗ്രൂപ്പ് എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് എന്ന് ഒന്ന് ശ്രദ്ധിക്കാം. 16th ഗ്രൂപ്പുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിച്ചാൽ നമുക്കവിടെ മനസ്സിലാവുന്നത് പൊതുവായി 16th ഗ്രൂപ്പ് എലമെന്റുകൾ കാണിക്കുന്ന ഒരു കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം 16th ഗ്രൂപ്പ് എലമെന്റുകളെ മൊത്തത്തിൽ നമുക്ക് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഓക്സിജൻ ഒക്കെ ഉറപ്പായിട്ട് അതിന്റെ മിക്കവാറുള്ള എല്ലാ കോമ്പൗണ്ടുകളിലും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. കാരണം അത് നല്ല ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഓക്സിജൻ. അക്കാരണം കൊണ്ട് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇത് കൂടാതെ ഈ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടാതെ 16th ഗ്രൂപ്പ് എലമെന്റുകൾ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും അവരുടെ മിക്കവാറും കോമ്പൗണ്ടുകളിലൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പൊതുവായിട്ട് ഇവർ ഈ 16th ഗ്രൂപ്പ് എലമെന്റുകൾ എക്സിബിറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതൊക്കെയാണ്: +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്സിജൻ മുതൽ നമ്മൾ താഴേക്ക് പൊളോണിയം വരെ വരുമ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേസമയം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ ഇനർട്ട് പെയർ എഫക്റ്റ് ആണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനർട്ട് പെയർ എഫക്റ്റ് നമ്മൾ കഴിഞ്ഞ ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനർട്ട് പെയർ എഫക്റ്റ്? നമുക്കറിയാം, ദ റിലക്ടൻസ് ഓഫ് വാലൻസ് s ഇലക്ട്രോൺസ് ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. എസിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇനർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ns2 nb4.
അപ്പൊ എസിലുള്ള ഇലക്ട്രോണുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇരുന്നാൽ പിന്നെ ബിയിലുള്ള ഇലക്ട്രോണുകളായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അന്നേരം +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പൊ ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് ഓക്സിജൻ മുതൽ പൊളോണിയം വരെ നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് എന്ന് മനസ്സിലാക്കാം. അത് കാരണം +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറയാനുള്ള കാരണം ഇനർട്ട് പെയർ എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമെ ഓക്സിജനും ഈ പറഞ്ഞ എല്ലാ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും കാണിക്കുന്നുണ്ട്. ഈ ഓക്സിജന് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടാതെ പോസിറ്റീവായിട്ടുള്ള ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉൾപ്പെടെ സാധ്യമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇവിടെ മറ്റൊരു കോമ്പൗണ്ടിലേക്ക് വരുന്നു, OF2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിലേക്ക് വരുന്നു. ഈ OF2ൽ ഫ്ലൂറിന് എന്തായാലും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ രണ്ട് ഫ്ലൂറിന്റെ -1നെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഓക്സിജൻ ഇവിടെ ഈ കോമ്പൗണ്ടിൽ OF2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജന്റെ മറ്റൊരു കോമ്പൗണ്ടാണ് O2F2. ഈ കോമ്പൗണ്ടിൽ ഓക്സിജൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിന് പുറമെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും O2F2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ ഓക്സിജൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പെറോക്സൈഡുകളിലും സൂപ്പർ ഓക്സൈഡുകളിലും പെറോക്സൈഡ് എടുക്കുന്നു. പെറോക്സൈഡ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുന്നു. പെറോക്സൈഡുകളിൽ ഓക്സിജൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പൊസസ് ചെയ്യുന്നത്. പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അതേസമയം നമ്മൾ സൂപ്പർ ഓക്സൈഡുകൾ പരിഗണിക്കുന്നു. സൂപ്പർ ഓക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1/2 ആണ്, -½ ആണ്. അപ്പം പെറോക്സൈഡുകളിൽ -1, സൂപ്പർ ഓക്സൈഡുകളിൽ -½ O2F2ൽ +1, OF2ൽ +2. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അപ്പൊ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ അനോമലസ് ബിഹേവിയർ പൊസസ് ചെയ്യുന്ന വ്യക്തിയാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിജന്റെ ആ ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ടുള്ള ഡിഫറൻസ്, അനോമലസ് പ്രോപ്പർട്ടീസ് എന്തു കാരണം കൊണ്ടാണ് ഓക്സിജൻ 16th ഗ്രൂപ്പ് എലമെന്റുകളിൽ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓക്സിജന്റെ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയുമാണ്. ഓക്സിജൻ ആണ് ആ ഗ്രൂപ്പിൽ ചെറിയ സൈസിലുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടിയ, ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഓക്സിജൻ. ഈ രണ്ട് കാരണങ്ങളാണ് മെയിൻ ആയിട്ട് ഓക്സിജന് അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി ഒരു ചെറിയ കാരണം കൂടെ അവിടെ പറയുന്നുണ്ട്. ഓക്സിജന് ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല. അപ്പൊ ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ലാത്ത ഒരു എലമെന്റും കൂടാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ വാലൻസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് കൂടുതൽ വാലൻസികൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള എബിലിറ്റിയും ഇല്ല. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പ്രധാനമായിട്ട് ഓക്സിജന്റെ അനോമലസ് ബിഹേവിയറിന് കാരണം അതിന്റെ സ്മോൾ സൈസും ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയുമാണ്. ഇനി നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഈ ഓക്സിജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അവർ തരുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ കെമിക്കൽ റിയാക്ടിവിറ്റിയാണ്. ചില എലമെന്റുകളുമായിട്ടൊക്കെ ഈ ഓക്സിജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് റിയാക്ട് ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഹൈഡ്രജനുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഓക്സിജനുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഹാലജനുമായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ അവിടെ മനസ്സിലാക്കേണ്ടത് ഹൗ ദിസ് ഓക്സിജൻ ഫാമിലി മെമ്പേഴ്സ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഓക്സിജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ഹൈഡ്രൈഡുകളെ ഫോം ചെയ്യും. നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മെമ്പേഴ്സിനെ പരിശോധിക്കാം. ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം. ഈ ഇത്രയും മെമ്പേഴ്സ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ജനറലി ദേ ഫോം EH2 ടൈപ്പ് ഹൈഡ്രൈഡ്സ്. അപ്പം ഓക്സിജൻ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ഇ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഫാമിലിയിലെ മെമ്പേഴ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദേ ഫോം EH2 ടൈപ്പ് ഹൈഡ്രൈഡ്സ്, മോളിക്കുലർ ഹൈഡ്രൈഡ്സിനെ ഫോം ചെയ്യുന്നു. അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഓക്സിജൻ മുതൽ പൊളോണിയം വരെയുള്ള എലമെന്റുകളുടെ റൈറ്റ് സൈഡിൽ ഹൈഡ്രജനെ പുട്ട് ചെയ്യുന്നു. അപ്പം അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. H2O, അതുപോലെ H2S, അതുപോലെ H2SC, അതുപോലെ H2Te, അതുപോലെ H2PO. ഇതാണ് സിറ്റുവേഷൻ. ഈ രീതിയിൽ മോളിക്കുലർ ഹൈഡ്രൈഡുകളെ നമ്മൾ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ, അപ്പൊ നമ്മൾക്ക് സാധാരണ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ അങ്ങനെ പുട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മോളിക്കുലർ ഫോമിൽ മാച്ച് ആവാൻ വേണ്ടി EH2 അല്ലെങ്കിൽ നമുക്ക് തിരിച്ചത് എഴുതി കഴിഞ്ഞാൽ H2E ടൈപ്പ്
എങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല, മോളിക്കുലർ ഫോർമുല മാച്ച് ആയാൽ മതി. അപ്പൊ നമ്മൾ ഈ H2 ടൈപ്പ് ഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ H2E ടൈപ്പ് ഹൈഡ്രേറ്റ്സ് അതിന് ഉദാഹരണമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. H2O, H2S, H2SC, H2TE, H2PO. ഇതാണ് ഓക്സിജൻ ഫാമിലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രേറ്റുകൾ. ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങൾ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷനും ഒക്കെ ലഭിക്കുന്നതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഹൈഡ്രേറ്റുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ വാട്ടർ മുതൽ പൊളോണിയം വരെ അല്ലെങ്കിൽ H2PO വരെ, പൊളോണിയത്തിന്റെ ഹൈഡ്രേറ്റ് വരെ വരുന്ന സാഹചര്യത്തിൽ ഇവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി നമുക്ക് He ബോണ്ട്, ഹൈഡ്രജനും ആ എലമെന്റും തമ്മിലുള്ള ബോണ്ടിനെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ കൊടുക്കേണ്ട എനർജി, അത് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം, ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദിസ് ഗ്രൂപ്പ് ദ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡിക്രീസസ്. നമുക്ക് പറയാൻ പറ്റും, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് തെർമൽ സ്റ്റെബിലിറ്റി പറയാൻ പറ്റുന്നത്. അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഇവിടെ ഏറ്റവും കൂടുതൽ വാട്ടറിനാണ്, ഏറ്റവും കുറവ് H2POയ്ക്കുമാണ്. അപ്പൊ നമ്മളിവിടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ടേമാണ് തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ സ്റ്റെബിലിറ്റി. അപ്പൊ ഇവരുടെ തെർമൽ സ്റ്റെബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ തെർമലി സ്റ്റേബിൾ ആയിട്ടുള്ളത് വാട്ടറാണ്. അതിന്റെ ഡിക്രീസിങ് ഓർഡർ ആണ് എഴുതി കാണിക്കുന്നത്. H2Oയ്ക്ക് ഏറ്റവും കൂടുതൽ തെർമൽ സ്റ്റെബിലിറ്റി, അതിൽ താഴെ H2S, അതിൽ താഴെ H2SC, അതിൽ താഴെയാണ് H2TE, ഏറ്റവും അവസാനമാണ് H2PO എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ തെർമൽ സ്റ്റെബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ. കാരണം വാട്ടറിൽ നിന്ന് H2POയിലേക്ക് ചെല്ലുന്നതനുസരിച്ച് അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യും. ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഓർഡറിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ അസിഡിക് പ്രോപ്പർട്ടിയും റെഡ്യൂസിങ് പവറും. ഇവിടെ നമ്മൾ ഈ ഒരു ഓർഡറിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ, വാട്ടറിൽ നിന്ന് H2POയിലേക്ക് വരുന്നതനുസരിച്ച് ഇവരുടെ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് കുറയുകയാണ്. അപ്പൊ ഹൈഡ്രജനെ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈഡ്രജനെ റിലീസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. അപ്പം ഏറ്റവും വേഗം ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്ന ആളാണ് നല്ല ആസിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വാട്ടറിൽ നിന്ന് H2POയിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ ദിസ് ഗ്രൂപ്പ് ഹൈഡ്രേറ്റ്സ്, their acidic character increases. അപ്പൊ വാട്ടറിനെക്കാട്ടിൽ നല്ലൊരു ആസിഡാണ് ഹൈഡ്രജൻ സൾഫൈഡ് H2S. H2Sനെക്കാട്ടിൽ നല്ലൊരു ആസിഡാണ് H2SC. അതിനെക്കാട്ടിൽ നല്ല ആസിഡാണ് H2TE. ആ ഒരു ഓർഡറിലാണ് നമുക്കിത് പോകാൻ പറ്റുന്നത്. അപ്പം ഇവരുടെ അസിഡിക് സ്ട്രെങ്തിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഓർഡർ ആദ്യം നമ്മൾ ഒരു ഓർഡറിൽ എഴുതി. ഈ ഒരു ഓർഡറാണ് തെർമൽ സ്റ്റെബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ. അതുപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അസിഡിക് സ്ട്രെങ്തിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ്. അപ്പൊ നമ്മൾ വാട്ടറിനെക്കാട്ടിൽ നല്ല അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ആളാണ് H2S, പിന്നെ H2SC, പിന്നെ H2TE, ഏറ്റവും അവസാനം H2PO. ഇതാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. അസിഡിക് സ്ട്രെങ്തിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ അവരെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ നമുക്ക് അത് എഴുതി വെക്കാൻ പറ്റും. H2O, H2S, H2SC, H2TE, H2PO. ഇതാണ് ദിസ് ഈസ് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. ഇനി ഇവിടെ മനസ്സിലാക്കണം, ഈ ഒരു ഓർഡറിൽ വാട്ടർ ഒരു റെഡ്യൂസിങ് ഏജന്റ് അല്ല, റിഡക്ഷൻ കാണിക്കുന്ന ഏജന്റ് അല്ല വാട്ടർ. അതൊഴിച്ച് ഇൻ ദിസ് ലിസ്റ്റ് എക്സെപ്റ്റ് വാട്ടർ ഓൾ ദ അതർ മെമ്പേഴ്സ് ആർ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്സ്, നല്ല റെഡ്യൂസിങ് ഏജന്റുകളാണ്. അപ്പൊ ഇവരുടെ റിഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് എഴുതി വെച്ചാൽ H2Sനാണ് ഏറ്റവും കൂടുതൽ റിഡക്ഷൻ കപ്പാസിറ്റി. H2Sനെക്കാട്ടിൽ H2SC ഏറ്റവും നല്ല റെഡ്യൂസിങ് ഏജന്റാണ്. അതുപോലെ തന്നെ H2TE, അത് കഴിഞ്ഞിട്ട് H2PO. അപ്പൊ ഓർക്കണം, ഇതാണ് റെഡ്യൂസിങ് കപ്പാസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ. ഇവിടെ വാട്ടർ റെഡ്യൂസിങ് ഏജന്റ് അല്ല. ഈ ഗ്രൂപ്പിൽ നിന്ന് റെഡ്യൂസിങ് കപ്പാസിറ്റി വാട്ടറിന് കാണിക്കുന്നില്ല. അതിനെ വാട്ടറിനെ എക്സ്ക്ലൂഡ് ചെയ്താൽ ഈ ലിസ്റ്റ് ഇങ്ങനെ പറയുന്നു. അപ്പൊ H2Sനാണ്, H2Sനെക്കാട്ടിൽ റെഡ്യൂസിങ് കപ്പാസിറ്റി H2SCക്ക് കൂടുതലാണ്, H2TEക്ക് കുറച്ചുകൂടെ കൂടുതലാണ്, H2PO നല്ലൊരു റെഡ്യൂസിങ് ഏജന്റാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റെഡ്യൂസിങ് കപ്പാസിറ്റി, തെർമൽ സ്റ്റെബിലിറ്റി, അസിഡിക് സ്ട്രെങ്ത്, ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി, ഈ 4 ഓർഡർ ആണ് ഇവിടുന്ന് എൻട്രൻസ് എക്സാമിനേഷന് പൊതുവായിട്ട് വരുന്നത്. അപ്പൊ മനസ്സിലാക്കണം, ദീസ് ആർ ദ ഹൈഡ്രേറ്റ്സ് ഓഫ് 16th ഗ്രൂപ്പ്.
അപ്പം H2O, H2S, H2SC, H2T, H2PO. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി വാട്ടറിനാണ്. അങ്ങനെ കുറഞ്ഞ് H2POയിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും എലമെന്റും തമ്മിലുള്ള ബോണ്ട്. അത് തന്നെയാണ് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിന് ഏറ്റവും കൂടുതൽ തെർമലി സ്റ്റേബിൾ ആണ് വാട്ടർ. അത് കഴിഞ്ഞ് കുറഞ്ഞ് H2POയിലേക്ക് വരുമ്പോൾ അത് ലീസ്റ്റ് തെർമലി സ്റ്റേബിൾ ആണ്. അപ്പം ഇതാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ, ഈ ആദ്യത്തെ ഈ ഓർഡർ ആണ് ദിസ് ഈസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ആസ് വെൽ ആസ് ഡിക്രീസിങ് ഓർഡർ ഓഫ് തെർമൽ സ്റ്റെബിലിറ്റി. അപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റിയുടെയും ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയുടെയും ഡിക്രീസിങ് ഓർഡർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് 1 എന്ന നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് ആണ് അല്ലെങ്കിൽ അസിഡിക് ക്യാരക്ടർ ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ H+ റിലീസ് ആവും. അപ്പൊ വാട്ടറിനെക്കാട്ടിൽ നല്ലൊരു ആസിഡാണ് H2S. അങ്ങനെ അസിഡിക് ക്യാരക്ടർ കൂടി H2POയിൽ ചെന്ന് നിൽക്കുന്നു. അപ്പൊ ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് അസിഡിക് ക്യാരക്ടർ അല്ലെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെഡ്യൂസിങ് ക്യാരക്ടറും ആ ഒരു ഓർഡർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഹൈഡ്രജൻ സൾഫൈഡിനെക്കാട്ടിൽ നല്ലൊരു റെഡ്യൂസിങ് തന്നെയാണ് H2SC. അതുപോലെ തന്നെ H2T, പിന്നെ ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് കപ്പാസിറ്റി ഉള്ള H2PO. ഈ റെഡ്യൂസിങ് ക്യാരക്ടറിൽ നിന്ന് വാട്ടറിനെ നമ്മൾ ഒഴിവാക്കുന്നു. വാട്ടർ ഒരു റെഡ്യൂസിങ് ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ റെഡ്യൂസിങ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ തെർമൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ അസിഡിക് ക്യാരക്ടർ, അതുപോലെ തന്നെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി, ഈ ഓർഡർ ഒക്കെ മറിച്ചും തിരിച്ചും ഇൻക്രീസിങ് ഓർഡറിലും ഡിക്രീസിങ് ഓർഡറിലും എൻട്രൻസ് എക്സാമിനേഷന്റെ ഒരു ഷുവർ ചോദ്യമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് മനസ്സിലാക്കി പോകുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് എങ്ങനെയാണ് ഈ 16th ഗ്രൂപ്പ് എലമെന്റ്സ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എയറിൽ ഓക്സിജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ഓക്സിജൻ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണെങ്കിലും ജനറൽ ആയിട്ട് പറഞ്ഞാൽ റിയാക്ഷൻ ഓഫ് 16th ഗ്രൂപ്പ് എലമെന്റ്സ് വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി ചെക്ക് ചെയ്യുന്നു. പൊതുവെ ഇവർ EO2 അതുപോലെ തന്നെ EO3 ഇങ്ങനെയുള്ള ടൈപ്പ് ഓക്സൈഡുകളെ ഫോം ചെയ്യിപ്പിക്കാറുണ്ട്. EO2 ആൻഡ് EO3 ടൈപ്പ് ഓക്സൈഡുകളെ ഫോം ചെയ്യിപ്പിക്കാറുണ്ട്. E എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പറഞ്ഞ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്, എലമെന്റ്സ് ആണ്, 16th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ മെമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് ഓസോൺ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, SCO2 സെലിനിയം ഡയോക്സൈഡ്, ഇതൊക്കെ നമുക്ക് ഈ വിഭാഗത്തിൽ വരുന്ന എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, with oxygen, chalcogens or 16th group elements forming two types of oxides, EO2 and EO3. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കാൻ പറ്റും വിത്ത് ഹാലജൻസ്. അപ്പൊ ഹാലജൻസുമായിട്ട് ഇവർ റിയാക്ട് ചെയ്യും. അപ്പൊ പൊതുവെ EX2, EX4, EX6 കാറ്റഗറി, ഇങ്ങനെ 3 തരത്തിലുള്ള ഹാലൈഡുകളെയാണ് ഹെക്സാ ഹാലൈഡുകൾ, ടെട്രാ ഹാലൈഡുകൾ, ഡൈ ഹാലൈഡുകൾ, ഇങ്ങനെ 3 തരത്തിലുള്ള ഹാലൈഡുകളെയാണ് 16th ഗ്രൂപ്പ് മേക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്നത് EX6 ടൈപ്പ് ഹാലൈഡുകളാണ്. അപ്പൊ EX6 ടൈപ്പ് ഹെക്സാ ഹാലൈഡുകൾക്കാണ് പൊതുവെ സ്റ്റെബിലിറ്റി ഉള്ളത്. അതിൽ ഹെക്സാ ഹാലൈഡുകളിൽ ഹെക്സാ ഫ്ലൂറൈഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ SF6 ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാം. അപ്പൊ ഹെക്സാ ഹാലൈഡുകൾ, ഫ്ലൂറൈഡുകൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. SF6 വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, എക്സെപ്ഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് SF6 എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ്. സൾഫർ സെൻട്രൽ പൊസിഷൻ, 6 ഫ്ലൂറിൻ ഇങ്ങനെ വരുന്നു. ഇതിന്റെ ജോമെട്രി നമുക്കറിയാം. ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. ബോണ്ട് ആംഗിൾ ഏകദേശം എല്ലാം തന്നെ 90 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഇത് സ്റ്റെറിക്കലി പ്രൊട്ടക്റ്റഡ് ആണ്. 6 ഫ്ലൂറിനാറ്റമാണ് സൾഫറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി വെരി സ്റ്റേബിൾ. അപ്പൊ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് SF6 എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷനും ബോണ്ട് ആംഗിൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യമാണ്. ഇത് ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ്. അപ്പൊ ഒക്ടാഹീഡ്രൽ ജോമെട്രിയാണ് ഇതിന് സാധ്യമാകുന്നത്. അപ്പം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലും ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 3 ഹാലൈഡുകളെ ഫോം ചെയ്യുന്നു. അതിൽ EX6ൽ സ്റ്റെബിലിറ്റി ഉള്ളത് ഫ്ലൂറൈഡുകൾക്കാണ്, അല്ലെങ്കിൽ ഹെക്സാ ഹാലൈഡുകളിൽ ഫ്ലൂറൈഡുകൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് SF6 ഇവിടെ പറയാൻ പറ്റും. ഓക്കെ,
അടുത്തായി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് സിമ്പിൾ ഓക്സൈഡുകളെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഒരു സിമ്പിൾ ഓക്സൈഡ്? ഓക്സൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം 16th ഗ്രൂപ്പിലെ ഓക്സിജനും മറ്റുള്ള എലമെന്റുകളുമായി ചേർന്നുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ടുകളെയാണ് നമ്മൾ പൊതുവെ ഓക്സൈഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഡെഫിനേഷനൊക്കെ വളരെ സിമ്പിൾ ആണ്. ഓക്സൈഡ്സ് ആർ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഓക്സിജൻ വിത്ത് അതർ എലമെന്റ്സ്. മറ്റുള്ള എലമെന്റുകളും ഓക്സിജനും തമ്മിൽ ചേർന്നുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ടുകൾ. ബൈനറി കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ 2 എലമെന്റുകൾ കൂടിച്ചേരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ബൈനറി കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു എക്സാമ്പിൾ ആണ്. കാർബൺ ഉണ്ട്, അതിനകത്ത് ഓക്സിജൻ ഉണ്ട്. അതുപോലെ സോഡിയം ഓക്സൈഡ് Na2O, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയണം. അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് സിമ്പിൾ ഓക്സൈഡുകളെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു. പ്രധാനമായിട്ട് NCERT ടെക്സ്റ്റിൽ 4 ക്ലാസിഫിക്കേഷൻ ആണ് സിമ്പിൾ ഓക്സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ചാർട്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തത് അസിഡിക് ഓക്സൈഡ്സ്. അസിഡിക് ഓക്സൈഡ്സ്. ഒരു ഓക്സൈഡിനെ എപ്പോഴാണ് നമ്മൾ അസിഡിക് ഓക്സൈഡ് എന്ന് അറിയപ്പെടുന്നത്? ഞാൻ ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഉദാഹരണങ്ങളാണ് ഇവിടെ അസിഡിക് ഓക്സൈഡിനെ എടുത്തിട്ടുള്ളത്. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു അസിഡിക് ഓക്സൈഡ് ആണ് Cl2O7. ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഓക്സൈഡുകളും കാർബൺ, സൾഫർ, നൈട്രജൻ, ക്ലോറിൻ ഇതൊക്കെ നോൺ മെറ്റൽസ് ആണ്. അപ്പൊ പൊതുവെ അങ്ങ് പറഞ്ഞാൽ നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകളാണ് ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തേക്കുന്നത്. നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകൾ അസിഡിക് ഓക്സൈഡുകളെ മേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. എന്നാൽ ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകളും അസിഡിക് ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതെങ്ങനെയൊക്കെ അസിഡിക് ഓക്സൈഡ് ആണെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു ഓക്സൈഡിനെ എടുത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, അതിനെ ഞാൻ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. എനിക്ക് H2CO3 കിട്ടി. ഇതിനെ കാർബോണിക് ആസിഡ്, ഇതാണ് സോഡ വാട്ടർ എന്ന് പറയുന്നത്, കാർബോണിക് ആസിഡ് കിട്ടി. അപ്പൊ ഒരു ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അസിഡിക് ഓക്സൈഡ് എന്ന് പറയാം. അപ്പൊ പൊതുവെ എന്ന് സംസാരിച്ചാൽ ആൻ ഓക്സൈഡ് വിച്ച് ഗീവ് ആസിഡ് വിത്ത് വാട്ടർ, ദാറ്റ് ഈസ് കോൾഡ് ആൻ അസിഡിക് ഓക്സൈഡ്. മോസ്റ്റ് ഓഫ് ദ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ. നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകളെല്ലാം അസിഡിക് നേച്ചർ കാണിക്കുന്നു. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. സൾഫർ ട്രയോക്സൈഡ് എടുക്കുന്നു, അതിനെ ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ എനിക്ക് സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പൊ കിട്ടിയത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. അപ്പൊ ആ സെൻസിൽ സൾഫർ ട്രയോക്സൈഡ് ഒരു അസിഡിക് ഓക്സൈഡ് എന്ന് എനിക്ക് ഒരു സംശയവും ഇല്ലാതെ തന്നെ പറയാൻ പറ്റും. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ്, ചില മെറ്റാലിക് ഓക്സൈഡുകൾ അസിഡിക് ബിഹേവിയർ കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് ക്രോമിയം ട്രയോക്സൈഡ് CrO3, അവിടെ ക്രോമിയത്തിന് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അവിടെ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ക്രോമിയത്തിനുള്ളത്. അതുപോലെ V2O5, ഇതൊരു അസിഡിക് ഓക്സൈഡിന് എക്സാമ്പിൾ. അപ്പൊ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകളും അസിഡിക് ബിഹേവിയർ കാണിക്കുന്നു. അപ്പൊ Mn2O7 ഇതൊക്കെ. അപ്പൊ മെറ്റൽസ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന മെറ്റൽസ് ഓക്സൈഡുകളിൽ, അങ്ങനെയാണെങ്കിൽ അവരും അസിഡിക് ബിഹേവിയറിലേക്കാണ് പോകുന്നത്. അപ്പൊ ക്രോമിയം ട്രയോക്സൈഡും വനേഡിയം പെന്റോക്സൈഡും ഒക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പം ഇതൊക്കെ അസിഡിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആണ്. അപ്പൊ പൊതുവെ സംസാരിച്ചാൽ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ അസിഡിക് ഓക്സൈഡുകളാണ്. ബട്ട് മെറ്റൽസ് വിത്ത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് possess also acidic behavior. Metals having high oxidation state, നല്ല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള മെറ്റൽസ് ഉള്ള ഓക്സൈഡുകളും അസിഡിക് ബിഹേവിയർ കാണിക്കുന്നു. അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അസിഡിക് ഓക്സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോയാൽ ബേസിക് ഓക്സൈഡ്സ്. ബേസിക് ഓക്സൈഡ്സിനെ മനസ്സിലാക്കാം. ബേസിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ സംസാരിച്ചാൽ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് Na2O, കാൽഷ്യം ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ്, ഇതൊക്കെ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകളാണ്. മെറ്റാലിക് ആയിട്ടുള്ള സിമ്പിൾ ഓക്സൈഡ്സിനെ നമുക്ക് ബേസിക് നേച്ചർ എന്ന് പറയാം. നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ കാൽഷ്യം ഓക്സൈഡ് എടുക്കാം. കാൽഷ്യം ഓക്സൈഡിനെ ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ എനിക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ കിട്ടുന്നത്. ഇതിന്റെ മീനിങ് ഇവിടെ ഒരു ബേസ് ആണ്, ഒരു ആൽക്കലിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഒരു ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു ആൽക്കലിയാണ് അല്ലെങ്കിൽ ഒരു ബേസ് ആണെങ്കിൽ അതിനെ നമുക്ക് ഒരു ബേസിക് ഓക്സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സോഡിയം ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും ബേരിയം ഓക്സൈഡും ഒക്കെ ബേസിക് ഓക്സൈഡുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇവിടുന്ന് നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം പറയാം. മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകൾ, മോസ്റ്റ് ഓഫ് ദ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. മെറ്റാലിക് ഓക്സൈഡുകൾ ബേസിക് നേച്ചർ കാണിക്കുന്നു. എക്സെപ്ഷൻസ് ഉണ്ട്. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പൊസസ് ചെയ്യുന്ന മെറ്റൽസ് ഒക്കെ
ആസിഡിക് ബിഹേവിയർ കാണിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി എക്സെപ്ഷനിൽ പഠിച്ചതാണ്. എന്നാലും മിക്കവാറും ഉള്ള എല്ലാ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകളും ബേസിക് ഓക്സൈഡുകളായിട്ട് അറിയപ്പെടുന്നു. അപ്പം ഒരു ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ആസിഡ് ആണ് കിട്ടുന്നതെങ്കിൽ അത് അസിഡിക് ഓക്സൈഡ്, ഒരു ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ഒരു ബേസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ബേസിക് ഓക്സൈഡ്. അതുപോലെ ചില ഓക്സൈഡുകൾക്ക് ആസിഡിനെ പോലെയും ബേസിനെ പോലെയും ഒക്കെ ആക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ മറ്റൊരു പേര് വിളിക്കും. അതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിനെയാണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, തേർഡ് ക്ലാസിഫിക്കേഷൻ. An oxide which behave like an acid as well as a base, or which react with acid and a base. ആസിഡുമായിട്ടും ബേസുമായിട്ടും ഒക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഓക്സൈഡുകളാണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറെ എക്സാമ്പിൾസ് ഉണ്ട്. സിങ്ക് ഓക്സൈഡ് ഒരു ആംഫോട്ടറിക് ഓക്സൈഡിന് നല്ല ഒരു ഉദാഹരണമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ബെർലിയം ഓക്സൈഡ്, അതുപോലെ തന്നെ Al2O3, ബെർലിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ഇതൊക്കെ ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്ന ഓക്സൈഡുകൾക്ക് ഉദാഹരണമാണ്. ഇവർക്ക് അസിഡിക് നേച്ചർ ഉണ്ട്, ബേസിക് നേച്ചർ ഉണ്ട്. which can act both as an acid as well as a base. ഇതൊക്കെയാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആംഫോട്ടറിക് ഓക്സൈഡിൽ വരുന്നത്. എന്നാൽ ചില സിമ്പിൾ ഓക്സൈഡുകൾ അസിഡിക് ബിഹേവിയറും ബേസിക് ബിഹേവിയറും രണ്ട് ക്യാരക്ടറും കാണിക്കില്ല. നമ്മൾ pH7 എന്നൊക്കെ പറഞ്ഞ പോലെ pH7 ആണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയും. അപ്പൊ അങ്ങനെ ആ ഒരു ടേമാണ് നമ്മളിവിടെ നാലാമത്തെ കാറ്റഗറി ഓഫ് ഓക്സൈഡിന് ഉപയോഗിക്കുന്നത്, ന്യൂട്രൽ ഓക്സൈഡ്സ്. അപ്പൊ ന്യൂട്രൽ ഓക്സൈഡുകൾ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നൈട്രജൻ മോണോക്സൈഡ്, N2O, നൈട്രസ് ഓക്സൈഡ്, നമ്മൾ ഓൾറെഡി ഓക്സൈഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെയാണ് ന്യൂട്രൽ ഓക്സൈഡ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. അപ്പം പ്രധാനമായിട്ട് നമുക്ക് ഓക്സൈഡുകളെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അസിഡിക് ഓക്സൈഡ്സ്, ബേസിക് ഓക്സൈഡ്സ്, ആംഫോട്ടറിക് ഓക്സൈഡ്സ്, അതുപോലെ തന്നെ ന്യൂട്രൽ ഓക്സൈഡ്സ്. ഒരു ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ആസിഡ് ആണ് കിട്ടുന്നതെങ്കിൽ അത് അസിഡിക് ഓക്സൈഡ്. പൊതുവെ പറഞ്ഞാൽ നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഓക്സൈഡുകൾ അസിഡിക് ഓക്സൈഡുകളാണ്. മെറ്റൽസ് വിത്ത് ഹൈ ഓക്സിഡേഷൻ നമ്പർ ഉള്ള ഓക്സൈഡുകൾ അതും അസിഡിക് ഓക്സൈഡ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവെ മെറ്റാലിക് ഓക്സൈഡുകൾ ബേസിക് ഓക്സൈഡുകളാണ്. നമ്മൾ ഉദാഹരണങ്ങൾ ഒരുപാട് കണ്ടു. അതുപോലെ ചില ഓക്സൈഡുകൾക്ക് അസിഡിക് ബിഹേവിയറും ബേസിക് ബിഹേവിയറും ഇത് രണ്ടും കാണിക്കാൻ പറ്റും. അവരെ നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പേര് കൊടുക്കുന്നു. ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ചില ഓക്സൈഡുകൾക്ക് അസിഡിക് ക്യാരക്ടറും ഇല്ല, ബേസിക് ക്യാരക്ടറും ഇല്ല. അവരെ നമ്മൾ ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് നൈട്രജൻ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ ന്യൂട്രൽ ഓക്സൈഡുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് ഓസോണിനെ കുറിച്ചാണ്. ഓസോണിനെ പറ്റി പറയുമ്പോൾ ഓക്സിജന്റെ അലോട്രോപിക് ഫോം ആണ് ഓസോൺ എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സ് ഒക്കെ ഈ ഓസോൺ ഗ്യാസിനെ ഫോട്ടോസിന്തസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തുളസി ചെടിയൊക്കെ ഈ ഫോട്ടോസിന്തസിസിലൂടെ ഓസോൺ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അറ്റ്മോസ്ഫിയറിന്റെ ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ ഹാർംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനിൽ നിന്ന് മനുഷ്യനെയും മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ പറയുന്ന ഓസോൺ ലെയർ ആണ്. ഓസോൺ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഹാർംഫുൾ റേഡിയേഷനിൽ നിന്ന് അത് പ്രൊട്ടക്ട് ചെയ്യുന്നു. എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലൊക്കെ നമുക്ക് അത് പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് ഇയറിൽ തന്നെ. ഇപ്പം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ഓസോണിനെ നമുക്ക് എങ്ങനെ കൃത്രിമമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം ഓസോണിനെ. അത് വളരെ ഈസിയാണ്. ഒരു ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ സഹായത്തോടു കൂടി ഓക്സിജൻ ഗ്യാസിനെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഓക്സിജൻ ഗ്യാസ് കൺവെർട്ട് ചെയ്ത് ഓസോണായിട്ട് മാറും. അത് എൻഡോതെർമിക് കോമ്പൗണ്ടാണ്, ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഓസോണിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? 3 molecules ഓഫ് ഓക്സിജൻ, ഇലക്ട്രിക് ഡിസ്ചാർജ്. അപ്പൊ ഇതാണ് റിയാക്ഷൻ. ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ സഹായത്തോടു കൂടി ഓക്സിജൻ ഗ്യാസിനെ നമ്മൾ ഓസോൺ ആക്കി മാറ്റും. അവിടെ നമ്മൾ ഡെൽറ്റ എച്ച് നോക്കുമ്പോൾ +142 kJ/mol ആണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. എൻഡോതെർമിക് കോമ്പൗണ്ട് ആണ് ഓസോൺ എന്ന് പറയുന്നത്. ഇനി ഓസോൺ അതിന്റെ പ്രോപ്പർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓസോൺ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കേസാണ്. ഓസോൺ ഈസ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ നമുക്ക് ഈ എന്തുകൊണ്ടാണ് ഓസോൺ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആവുന്നത്, അതിന്റെ കാരണം എന്താണ് നമുക്ക് നോക്കിയാൽ, ഈ ഓസോൺ ഡീകമ്പോസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഒരു അറ്റോമിക് ഓക്സിജൻ മോളിക്കൂളുമായിട്ടാണ്. ഈ അറ്റോമിക് ഓക്സിജൻ ഇതിനെയാണ് നമ്മൾ നേസന്റ് ഓക്സിജൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നേസന്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അറ്റ് ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ.
ഉണ്ടാകുന്ന മാത്രമല്ല ആ വേളയിൽ തന്നെയുള്ള ഓക്സിജനെയാണ് നമ്മൾ നേസന്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്സിജൻ അറ്റ് ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ. ദിസ് നേസന്റ് ഓക്സിജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി ഓഫ് ഓസോൺ. ഓസോണിന്റെ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടിക്ക് കാരണക്കാരനായിട്ടുള്ള സ്പീഷീസ് ആണ് നേസന്റ് ഓക്സിജൻ. അപ്പോൾ ഓസോൺ ഒരു നല്ല ഓക്സിഡൈസിംഗ് തന്നെയാണ്. അതിന് കാരണം ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് നേസന്റ് ഓക്സിജൻ. ഇവൻ ഉദാഹരണത്തിനായിട്ട് നമുക്ക് ലെഡ് സൾഫൈഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ബ്ലാക്ക് കളറാണ് ലെഡ് സൾഫൈഡിന്. ഇതിനകത്തോട്ട് നമ്മൾ ഓസോണിനെ ആഡ് ചെയ്യുന്നു. ഓസോണിനെ ആഡ് ചെയ്യുമ്പോൾ അത് വൈറ്റ് കളറുള്ള ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. ഇത് വൈറ്റ് കളറാണ്. അപ്പൊ മനസ്സിലാക്കാം, ഈ ലെഡ് സൾഫേറ്റ് ആണ് ലെഡ് പെയിന്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത്, പെയിന്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. ലെഡ് പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഈ വൈറ്റ് കളറുള്ള PbSO4 എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജാരവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ ലെഡ് പെയിന്റിംഗ് ആണെന്ന് നമ്മൾ ചരിത്രങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ ലെഡ് പെയിന്റിങ്ങിന്റെ മനോഹാരിത അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഈ ഓസോൺ ഉപയോഗിക്കാം. കാരണം ഈ വൈറ്റ് കളറിന്റെ ഡാർക്ക് അപ്പിയറൻസ് ഈ ചില കേസുകളിലൊക്കെ ആണെങ്കിൽ PbSO4 ആ പെയിന്റിങ്ങിൽ കൺവേർട്ട് ചെയ്ത് ബ്ലാക്ക് കളറുള്ള PbS ആയിട്ട് മാറും. അപ്പം ഫോട്ടോയുടെ ചിത്രങ്ങളുടെയൊക്കെ മനോഹാരിത കുറയാനുള്ള കാര്യമുണ്ട്, കാരണക്കാരനാകുന്നത്. അപ്പം അവിടെ ബ്ലാക്ക് കളറുള്ള ഈ ലെഡ് സൾഫൈഡിനെ തിരിച്ച് നമ്മൾ വൈറ്റ് കളറുള്ള PbSO4 ആക്കി മാറ്റുന്നു. അപ്പൊ ആ ചിത്രങ്ങളുടെ മനോഹാരിത ഒന്നുകൂടെ കൂടുന്നു. അപ്പൊ നമുക്ക് പറയാം, ലെഡ് പെയിന്റിങ്ങുകളുടെ മനോഹാരിത അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ഒരു റിയേജന്റ് ആയിട്ട് വേണമെങ്കിൽ ഓസോണിനെ എടുക്കാറുണ്ട്. സോ റിയേജന്റ് യൂസ്ഡ് ടു റീസ്റ്റോർ ദ ഒറിജിനൽ വൈറ്റ് കളർ ഓഫ് ലെഡ് പെയിന്റിങ്സ്, ദാറ്റ് ഈസ് ഓസോൺ ആണ്. അപ്പൊ അത് ബ്ലാക്ക് കളറുള്ള ലെഡ് സൾഫൈഡിനെ വൈറ്റ് കളർ ആക്കി മാറ്റുന്നു. ദിസ് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഫോർ ലെഡ് പെയിന്റിംഗ്. അപ്പൊ ഇതാണ്, ദിസ് ഈസ് എ നൈസ് എക്സാമ്പിൾ ഓഫ് ദ ഓക്സിഡൈസിംഗ് ആക്ഷൻ ഓഫ് ഓസോൺ എന്ന് പറയാം. അതുപോലെ നേസന്റ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഓസോൺ നല്ലൊരു ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ഹൗ ടു എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓസോൺ. ഓസോണിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം, കണ്ടുപിടിക്കാം. ഓസോണിന്റെ അളവ് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പൊ എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ ആണ്. ഓസോണിന്റെ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഓസോണിനെ നമ്മൾ ആദ്യം പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനുമായിട്ട് ഓസോൺ ഗ്യാസിനെ ട്രീറ്റ് ചെയ്യുന്നു. ഈ ഒരു ട്രീറ്റ്മെന്റിൽ ഓസോൺ എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബഫർ സൊല്യൂഷന്റെ ആവശ്യമുണ്ട്, ബോറൈറ്റ് ബഫർ. അപ്പം ബോറൈറ്റ് ബഫർ അതിന്റെ pH കോൺസ്റ്റന്റ് ആക്കി തന്നെ നിർത്തുന്നു. 9.2 ആണ് ഇവിടുത്തെ ബോറൈറ്റ് ബഫറിന്റെ pH എന്ന് പറയുന്നത്. അപ്പൊ ബോറൈറ്റ് ബഫർ pH ചേഞ്ച് ആവാതിരിക്കാനാണ് ഈ ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത്. അതിന്റെ pH 9.2 ആണ്. അപ്പൊ റിയാക്ഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് 9.2 തന്നെ നിലനിൽക്കുന്നു. അപ്പൊ പൊട്ടാസ്യം സൊല്യൂഷനും ഓസോണും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ബോറൈറ്റ് ബഫർ. അവിടെ നമുക്ക് അയഡിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പൊട്ടാസ്യം അയോഡൈഡും ഓസോണും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അയഡിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ അയഡിൻ ഓസോണിന്റെ എമൗണ്ടിന് പ്രപ്പോർഷനിലാണ്. ഈ അയഡിനെ Na2S2O3 അഥവാ സോഡിയം തയോ സൾഫേറ്റ് വെച്ച് ടൈട്രേഷന് വിധേയമാക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഓസോണിന്റെ എമൗണ്ടിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ഓസോണിന്റെ എമൗണ്ടിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ ഇങ്ങനെയാണ്. ഓസോൺ റിയാക്ട് വിത്ത് എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് in presence of borate buffer pH 9.2 and the liberated iodine titrated against a standard solution of sodium thiosulfate. Na2S2O3 sodium thiosulfate എന്ന് പറയും. അപ്പോൾ അയഡിനെ നമ്മൾ സോഡിയം തയോസൾഫേറ്റ് വെച്ച് ടൈട്രേഷന് വിധേയമാക്കി. അങ്ങനെയാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഓസോണിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഓസോണിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ ആണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ പ്ലസ് 1 ക്ലാസ് മുതൽ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഓസോണിന്റെ സ്ട്രക്ചർ. ഓസോണിനകത്ത് പ്രധാനപ്പെട്ട 3 ഓക്സിജൻ ആറ്റമാണ്. ഒരെണ്ണത്തിൽ ഡബിൾ ബോണ്ട് വരുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഓസോണിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്. ഇതാണ് സ്ട്രക്ചർ. അപ്പൊ ഇവിടെ 2 ലോൺ പെയർ, ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ നമുക്ക് 3 ലോൺ പെയർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് റെസൊണേറ്റിംഗ് ആയിട്ടുള്ള അടുത്ത സ്ട്രക്ചർ നമ്മൾ വരച്ചാൽ ഇതുപോലെ തന്നെ ഡബിൾ ബോണ്ട് അപ്പുറത്ത് വരാം. ഓക്സിജൻ ഇവിടെ ഒരു ലോൺ പെയർ, ഡബിൾ ബോണ്ട് ഉള്ള ഓക്സിജനിൽ 2 ലോൺ പെയർ, സിംഗിൾ ബോണ്ട് ഉള്ള ഓക്സിജനിൽ 3 ലോൺ പെയർ. ഇതാണ് ഓസോണിന്റെ റെസൊണേറ്റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓസോൺ ഒരു ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നിർമ്മാണത്തിനൊക്കെ ഓസോൺ ഒരു ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് പൊതുവെ ഓസോണിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടത് അത് നല്ലൊരു ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്. ഒരു ഇലക്ട്രിക് ഡിസ്ചാർജിന്റെ പ്രസൻസിൽ ഓക്സിജൻ ഗ്യാസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓസോണിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതിന് എൻഡോതെർമിക് കോമ്പൗണ്ട് ആണ്.
പിന്നെ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓസോണിന്റെ അളവ് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാം. ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് ഓസോണിന്റെ എസ്റ്റിമേഷൻ നടത്താനും സാധിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ.